പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഈ ജൂലൈ 3-ാം തീയതി ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദുഃഖ്രാന തിരുനാളില് ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോമാസ് ശ്ലീഹായുടെ മരണത്തിരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാർ തോമാസ് ശ്ലീഹായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, കരുപ്പിടിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുമാറാകട്ടെ. അതിന് വിരുദ്ധമായ എല്ലാ രൂപികളെയും എല്ലാ ദുരാത്മ ദുർബോധങ്ങളെയും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ. കൊടുങ്കാറ്റ് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഞ്ഞു വീശണമേ. അങ്ങല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളെയും ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവമക്കളുടെ കൂട്ടായ്മയില്, ദൈവസ്നേഹത്തിന്റെ നിറവില് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി കർത്താവ് നിങ്ങളെല്ലാവരെയും, നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദുഃഖ്രാന തിരുനാളിന്റെ ഈ പുണ്യദിനത്തില് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് നമ്മുടെ കുടുംബത്തിൽ വീണ കണ്ണുനീരിനെ കുറിച്ചാണ്. വേണ്ടാത്ത കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണാൽ അത് ശാപമായിട്ടും അതിലൂടെ പിശാചിന് നശിപ്പിക്കുന്ന അധികാരമായിട്ടും മാറും എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ കുടുംബത്തില് ഒത്തിരിയേറെ മക്കളുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടെ ഒരു കുടുംബം വിട്ട് ഒരു ജീവിത പങ്കാളിയോട് കൂടെ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചോളാമെന്ന് പരസ്പരം വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എടുത്ത പ്രതിജ്ഞയോടെ ആരംഭിച്ച കുടുംബജീവിതം. ഇന്ന് എത്രയോ ദമ്പതിമാര് ഭർത്താവിൽ നിന്നുള്ള പീഡനത്തില്, ഭാര്യയിൽ നിന്നുള്ള മുറിവേൽപ്പിക്കലില് ചങ്കുപൊട്ടി കരഞ്ഞ് ജീവിക്കുന്നുണ്ട്. ആ ജീവിതത്തില് എല്ലാ നഷ്ടങ്ങള്. ചിലർ പറയും, അച്ഛാ, കെട്ടി അന്ന് രാത്രി മുതല് എൻ്റെ കണ്ണീര് വീണതാ, ആ കണ്ണുനീര് ഇതുവരെ നിലച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിൽ നിന്ന് മുറിവേറ്റ ഭാര്യമാര് ഒഴുക്കപ്പെട്ട കണ്ണീര്, ഭാര്യയിൽ നിന്ന് മുറിവേറ്റ ഭർത്താക്കന്മാര് ഒഴുക്കപ്പെട്ട കണ്ണുനീര്, ദാമ്പത്യ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മൾ വസിക്കുന്ന വീട്ടില് വീണ കണ്ണുനീരിന്റെ വലിയൊരു ചരിത്രം നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ മദ്യപിച്ചു വരുന്ന ഭർത്താവ്, കുടുംബത്തിൽ സമാധാനം കിട്ടിയിട്ടില്ല, ഒത്തിരിയേറെ അടിച്ച് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഭാര്യമാര്, ചങ്കുപൊട്ടി അലറിക്കരഞ്ഞ ഒത്തിരിയേറെ കരച്ചിലും അതിൻ്റെ നൊമ്പരങ്ങളും അതിലൂടെ ചിന്തപ്പെട്ട ആ കണ്ണുനീരും ഒത്തിരിയേറെ നമ്മുടെ കുടുംബങ്ങളിൽ ശാപമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ കണ്ണുനീര്, മക്കളാൽ മുറിവേൽപ്പിക്കപ്പെട്ട്, മക്കളാൽ ഉപദ്രവിക്കപ്പെട്ട്, മക്കളാൽ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട അനേകം മാതാപിതാക്കളുടെ കണ്ണുനീര്. ഇനി മക്കളുടെ കണ്ണുനീരോ, ഒത്തിരിയേറെ മക്കള് ചങ്കുപൊട്ടി കരഞ്ഞ് വേണ്ടാത്ത പീഡനങ്ങള്, വേണ്ടാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങള് നോക്കത്തില്ല, അവരെ അപമാനിച്ച് നശിപ്പിച്ച് ഒത്തിരിയേറെ കരയേണ്ടി വന്ന മക്കള് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് മരുമകളാണെന്നുള്ള ഒരു അവസ്ഥയില് ഒത്തിരിയേറെ മരുമക്കളെ കരയിപ്പിച്ച അമ്മായിമ്മമാരെ കരയിപ്പിച്ച മരുമക്കള് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ വസിക്കുന്ന വീട്ടിലേക്ക് നോക്കുമ്പോൾ, ഇങ്ങനെ ഒരുമിച്ച് സ്നേഹിച്ച് പരസ്പരം സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കേണ്ട കുടുംബങ്ങള്, കുടുംബ ബന്ധങ്ങള് ഒത്തിരിയേറെ കരയാനിടയായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തില് നമ്മളാരും മൂലം, ആ കുടുംബാംഗത്തിലെ ഒരുവൻ മൂലം ഒരാളും കരയാൻ പാടില്ല.
അന്യായമായി കരയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹം ഇല്ലാതെ, ക്ഷമയില്ലാതെ, ഐക്യമില്ലാതെ, ശത്രുക്കളെ പോലെ വാശിയില്, വെറുപ്പില്, വൈരാഗ്യത്തില്, ശത്രുതാ മനോഭാവത്തില് നമ്മുടെ കുടുംബത്തില് സംഭവിച്ചു പോയ സംഭവങ്ങള്, അതിലൂടെ കരഞ്ഞ കരച്ചിലുകള്, ചിന്തപ്പെട്ട കണ്ണുനീര്, അതൊക്കെ നമ്മുടെ കുടുംബത്തിന് വലിയൊരു ശാപമായിട്ട് കിടക്കുന്നുണ്ടാകും. അതിന്റെ പേരില് പടിയിറങ്ങിപ്പോയ മക്കള്, ആത്മഹത്യ ചെയ്തവര്, വിവാഹമോചനം നേടി ഇറങ്ങിപ്പോയവര്, ഒത്തിരിയേറെ തകർന്നു പോയവര്, ജീവിതം തന്നെ വഴിമുട്ട് കരഞ്ഞ് 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 തീർത്ത ജീവിതങ്ങള്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ കണ്ണുനീരൊക്കെ നമ്മുടെ കുടുംബത്തില് പല തലമുറകളായിട്ട് പലപ്പോഴായിട്ട് വീണ് കിടക്കുന്നുണ്ടാകും. ആ കണ്ണുനീരിനെ കർത്താവിനെ കുരിശോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കമായ കണ്ണുനീര്. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് പലതും വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ചിന്തപ്പെട്ട നിഷ്കളങ്കമായ കണ്ണുനീര്. പാവപ്പെട്ട വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അവര് ഇരുന്ന് കരഞ്ഞ കരച്ചിലുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീഴാൻ പാടില്ല. അത് നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ, നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കും. ഇന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വീണ ആ കണ്ണുനീരിനെ, അതിന് കാരണമായ സംഭവങ്ങളെ, അതിലൂടെ കടന്നു വന്ന ശാപങ്ങളെ, അതിലൂടെ പിശാചിന് ലഭിച്ച, ചിലപ്പോഴൊക്കെ ആ സമയത്ത് ശപിച്ചിട്ടുണ്ടാവും, പ്രാപിയിട്ടുണ്ടാവും. മുടിഞ്ഞു പോകട്ടെ എന്ന് വേദനയുടെ ആധിക്യം കൊണ്ട് ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, മക്കളെ കുറിച്ച്, അപ്പനെ കുറിച്ച്, അമ്മായിയമ്മയെ കുറിച്ച്, മരുമക്കളെ കുറിച്ചൊക്കെ ഉറഞ്ഞ് ശപിച്ചിട്ടുണ്ടാകും. ആ നെടുവീർപ്പ്, ആ ശാപത്തിന്റെ വാക്കുകള്, അതൊക്കെ വളരെയേറെ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വരുവാൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഇടയായിട്ടുണ്ട്. നമുക്കിന്ന് കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മേഖലകൾക്ക് വേണ്ടി തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ആ എടുത്ത പ്രതിജ്ഞ ഏക മനസ്സോടെ മരണം വരെ എന്തുണ്ടായാലും ജീവിച്ചോളാന്ന് പറഞ്ഞിട്ട്, ഈ ഒരു അവസ്ഥ, മദ്യപാനം അല്ലെങ്കിൽ ഒത്തിരി ജഡിക പാപങ്ങള്, വാശി, വൈരാഗ്യം, ഭയങ്കരമായ ദേഷ്യം, ഒത്തിരി വിദ്വേഷം, എന്താ പറയുക, ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത, ഒരുമിച്ച് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒത്തിരിയേറെ സ്നേഹം കൊടുത്ത്, കരുതൽ കൊടുത്ത്, സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് പോകേണ്ട ജീവിതത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ അവസ്ഥയിൽ വീഴുന്ന കണ്ണുനീര് വളരെയേറെ ദോഷകരമാണ്. നമുക്കതുകൊണ്ട് ഇന്ന് പ്രത്യേകമാവിധം നമ്മുടെ കുടുംബത്തില് തലമുറകളായിട്ട് കുടുംബ ജീവിതത്തില് വീണ, ഇങ്ങനെയുള്ള വേദനയില്, നൊമ്പരത്തില്, സങ്കടത്തില് വീണ ആ കണ്ണുനീരിനെ ഓർത്ത് തമ്പുരാൻ മാപ്പ് ചോദിക്കാം. ഈശോയെ, ആ കണ്ണുനീരിന്റെ ശാപങ്ങള്, അതിലൂടെ അറിയാതെയോ അല്ലെങ്കിൽ ആ അവസ്ഥയുടെ സമ്മർദ്ദം കൊണ്ട് പറഞ്ഞു പോയ ശാപത്തിന്റെ വാക്കുകള്, അല്ലെങ്കിൽ പ്രാക്കലുകള്, ഒത്തിരിയേറെ നിഷിദ്ധമായ സംസാരങ്ങൾ. നമുക്കറിയാം, ഒരു ശാപത്തിലൂടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ആ ശാപത്തിലൂടെ പിശാച് കയറി വരും. നികുതി പിടിക്കാതെ പോട്ടെ, നീ നന്നാവില്ല, നീ അനുഭവിക്കൂടാ, അങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുമ്പോ അതിലൂടെയൊക്കെ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വരും. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മുറിവുണക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിലൂടെ കടന്നു വന്ന ശാപങ്ങളെ എല്ലാം ഏറ്റെടുക്കുന്ന കർത്താവിന്റെ ബലിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കണ്ണുനീരിനെ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവെ, ആ സഹനങ്ങള്, അവരനുഭവിച്ച വേദനകള്, നൊമ്പരങ്ങള്, സഹനങ്ങള്, മുറിവുകള്, ചിന്തിയ കണ്ണുനീര്, അതിലൂടെ സംഭവിച്ചു പോയ ദുരന്തങ്ങള്, ചില ആത്മഹത്യകള്, ചില വേർപാടുകള്, കർത്താവെ, അതിൻ്റെ എല്ലാ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനും പരിഹാരം ചെയ്ത കർത്താവിന്റെ കുരിശിലെ ബലിയിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ചിന്തപ്പെട്ട കണ്ണുനീരും, അതിലൂടെ കടന്നു വന്ന ശാപവാക്കുകളും, അതിലൂടെ സംഭവിച്ച ആത്മഹത്യയോ വിവാഹമോചനമോ അങ്ങനെയുള്ള വേർപ്പെടലുകൾ, ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും കരുണയായിരിക്കണമേ. അതിലൂടെ കടന്നു വന്ന ശാപങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. അതിലൂടെ പിശാചിന് ലഭിച്ച അധികാരങ്ങളെ, അവകാശങ്ങളെ അവസാനിപ്പിക്കണമേ. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ തലമുറയോടും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, അതിൻ്റെ ഒത്തിരി സ്വാധീനങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും, പഠനം, ജോലി, സാമ്പത്തിക മേഖല, ഇതിൻ്റെയൊക്കെ മേൽ കടന്നു വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് പല മേഖലകൾ തടസ്സങ്ങൾ, വിവാഹം നടക്കണില്ല, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അവസ്ഥകൾ, മക്കൾക്ക് പലതും വേണ്ട, ദുശീലങ്ങൾ,
ഇത്രയേറെ ദേഷ്യം, ഇത്രയേറെ വെറുപ്പ്, വിദ്വേഷം, ഭിന്നത, കലഹം, ഇതൊക്കെ കുടുംബത്തിലേക്ക് വരുന്നതിന് പിന്നിൽ ഈ കണ്ണുനീരിന്റെ, ഈ വിലാപത്തിന്റെ, ഈ നെടുവീർപ്പിന്റെ, ഈ നൊമ്പരത്തിന്റെ ചില സാന്നിധ്യങ്ങളുണ്ട് മക്കളെ. കരുണയ്ക്ക് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ മേഖലയില് സ്നേഹത്തിന്റെ ഐക്യത്തില് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ തിരിച്ചറിവുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ വേണ്ടിയാണ് കുടുംബജീവിതത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിച്ചതും കൂട്ടിച്ചേർത്തതും. ഞങ്ങൾക്ക് ആരെയൊക്കെ നൽകിയിട്ടുണ്ടോ അവരെല്ലാവരെ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ഐക്യത്തില് ഞങ്ങൾ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവ്, പരസ്പരം വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും സ്നേഹിക്കാതെയും വെറുത്തും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും ശത്രുക്കളെ പോലെ കഴിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾ, മദ്യപാനത്തിലൂടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ജീവിത പങ്കാളിയെ മുറിവേൽപ്പിച്ച, പീഡിപ്പിച്ച, കരയിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ജീവിതങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ വീഴാൻ പാടില്ലാത്ത കണ്ണുനീര് ഒത്തിരി വീണിട്ടുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 20-ാം അധ്യായത്തിന് 20-ാമത്തെ വാചകത്തിൽ അങ്ങ് പറഞ്ഞില്ലേ, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന്. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അപ്പനെ പ്രാകുക, അമ്മയെ പ്രാകുക, സഹോദരങ്ങളെ, അമ്മയെ, മരുമക്കളെ ഒക്കെ പ്രാകുന്ന അവസ്ഥ, അത് തന്നെ ഞങ്ങളുടെ ജീവിതത്തില് കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോയാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, അതുപോലെ ആയിത്തീരുമെന്ന് അങ്ങ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രഭാഷകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് മാതാപിതാക്കളുടെ കടമകളെ കുറിച്ച് പറയുമ്പോൾ അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ ബഹുമാനിക്കണം, സന്തോഷിപ്പിക്കണം, സ്നേഹിക്കണം, വാക്കിലും പ്രവൃത്തിയിലും അവരെ ആദരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടല്ലോ, അമ്മയുടെ ശാപം ഒരുവന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിക്കളയും. ഈശോയെ, ഒത്തിരിയേറെ തിരുവചനങ്ങളിലൂടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ജീവിത പങ്കാളിയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, കുടുംബത്തില് ഐക്യം വേണം അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് അതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കാതെ പോയ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതന്റെ പുസ്തകത്തില് 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാചകത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, 19-ാം അധ്യായത്തിന്റെ 28-ാം വാചകത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തില് അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്ന അവസ്ഥയാണ്. അപ്പനോട് അതിക്രമം കാണിക്കുന്നു, മാതാപിതാക്കളെ ആട്ടി ഓടിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവരെ കരയിപ്പിച്ച അവസ്ഥകൾ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തന്നെ കണ്ണുനീര് വീണ് അവർ ശപിക്കാനോ പ്രാകാനോ നിലവിളിക്കാനോ നെടുവേർപ്പെടാനോ സങ്കടപ്പെടാനോ ഇടയായതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സമാണ്, അപമാനമാണ്, നാശമാണ്, ശാപമാണ്. അതിലൂടെ പിശാചിന് അധികാരം ലഭിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഇതെല്ലാം അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വീണ കണ്ണുനീര്, ഉണ്ടായ നൊമ്പരങ്ങള്, നെടുവീർപ്പുകള്, സഹനങ്ങള്, വേദനകള്, പീഡനങ്ങള്, ശാപവാക്കുകള്, അതുമായി ബന്ധപ്പെട്ട അരൂപികള് എല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, മുറിവേറ്റവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ, വേദനകളെ അങ്ങ് ഏറ്റെടുക്കണമേ, മുറിവുകളെ ഉണക്കണമേ, സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ. അവരുടെ സ്വപ്നങ്ങള്, പ്രതീക്ഷകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിന്റെ ആ മോഹഭംഗങ്ങള്, സങ്കടങ്ങള്, നഷ്ടങ്ങള് ഈശോ എല്ലാം അങ്ങ് തിരിച്ചു കൊടുക്കണമേ. അങ്ങേക്ക് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മുറിവുണക്കാൻ പറ്റൂ, ഈ മാറ്റാൻ പറ്റൂ, കണ്ണുനീര് ഒപ്പിയെടുക്കാൻ പറ്റൂ. അതെല്ലാം രക്ഷാകരമാക്കി മാറ്റിക്കൊണ്ട് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ രക്തത്തിന്റെയും അങ്ങ് സഹിച്ച സഹനത്തിന്റെയും അങ്ങേറ്റ മുറിവിന്റെ യോഗ്യതയിലും ഈ മേഖലകളിലുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീരും നൊമ്പരങ്ങളും മുറിവുകളും
സങ്കടങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. അതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന എല്ലാ ശാപങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അതിലൂടെ കടന്നു വന്ന പൈശാചിക സ്വാധീനങ്ങളെ, അന്ധകാര ശക്തികളെ കർത്താവിങ്ങളുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും ശാപശക്തികളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും ശാന്തിയും സമാധാനവും ദയയും ക്ഷമയും നന്മയും വിനയവും സൗമ്യതയും എല്ലാം നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തിരിച്ചു പിടിക്കണമേ. സ്നേഹത്തില്, ക്ഷമയില്, സഹനശക്തിയില് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പരസ്പരം സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും പരസ്പരം അനുഗ്രഹിക്കുന്നവരുമായി മാറട്ടെ. അതിലൂടെ ശാപശക്തികൾ, എല്ലാ വെറുപ്പിന്റെ ശക്തികൾ, ദുരാത്മ ദുർഭൂത പൈശാചിക ആധിപത്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികൾ, കണ്ണുനീരിന്റെ നൊമ്പരങ്ങൾ, അതിന്റെ ശാപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങൾ, എല്ലാ കെട്ടുകൾ, എല്ലാ ബന്ധനങ്ങൾ, എല്ലാ അവസ്ഥകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും മരിച്ചുപോയ നമ്മുടെ പൂർവികരെയും കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ശപിച്ച് പ്രാഗി വേർപെട്ടു പോയ ഏതെങ്കിലും മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവ്യ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ, കരുണയായിരിക്കണമേ. അതിലൂടെ കടന്നു വന്ന തലമുറകളുടെ ശാപങ്ങൾ, കണ്ണുനീരിന്റെ നൊമ്പരങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെയും അങ്ങ് വീണ്ടെടുക്കണമേ. കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ വരങ്ങളും ചിന്തി അങ്ങയുടെ കൃപാവര സമൃദ്ധിയാൽ ഞങ്ങളുടെ മുറിവുകളെ ഉണക്കി കണ്ണീരെല്ലാം ഒപ്പിയെടുത്ത് അതിൻ്റെതായ ശാപങ്ങളും നീക്കിക്കളഞ്ഞ് ഞങ്ങളെ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബത്തെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.